വുമൻസ് ഡേ. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാോ? അമ്മ. പെട്ടെന്ന് ആരെയും കിട്ടുന്നില്ല. അപ്പോ எங்க நாட்டு அம்மா முதலமைச்சர் ஜெயலலிதா ഒക്കെ പറയാം. അമ്മ. ഓക്കെ. വൈഫ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ശരി. ഓ ശരി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാം? ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വനിത. പെട്ടെന്ന് ആരെയും കിട്ടുന്നില്ല. അല്ല, ഇപ്പൊ എല്ലാരും മദർ തെരേസ, ഇന്ദിരാഗാന്ധി ഒക്കെ പറഞ്ഞു. ലൈഫിൽ ഇൻസ്പിറേഷൻ ആയ നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു വനിത ആരാന്ന് പറയാം? ഇന്ദിരാഗാന്ധി, മദർ തെരേസ. അമ്മ. അമ്മയെ കുറിച്ച് പറയാം. ഓക്കെ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? നൈറ്റിലൊക്കെ ഇറങ്ങി നടക്കുന്ന സ്വാതന്ത്ര്യം. ഓക്കെ, താങ്ക് യു. അപ്പോ ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാം? ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത. സുഹൃത്തിനെ കുറിച്ച് പറയാം, അമ്മേനെ കുറിച്ച് പറയാം, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാം. ഇന്ദിരാഗാന്ധിനെ എനിക്കിഷ്ടം. അതായത് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും തുല്യ പങ്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ. ഉണ്ടോ? ചില കാര്യങ്ങളിലൊക്കെ സ്ത്രീകളെ പുറകോട്ടാക്കുന്നില്ലേ? അതും പുറകോട്ടാണ്. ശരി, താങ്ക് യു. ഓക്കെ. ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ. Who is your favorite woman? Your inspired woman in your life? Deepika Padukone. Okay. Die Hard fan? Yes. Okay, thank you. Yes. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാോ? ചേച്ചിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വനിത. എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വനിത എന്നെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എന്റെ ടീച്ചർ റബേക്ക. കാരണം ടീച്ചർ നല്ല സ്നേഹമുള്ളതായിരുന്നു. എല്ലാ പിള്ളേരും ഒരുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആരും പ്രത്യേകമായിട്ട് ഇങ്ങനെ വേർതിരിച്ച് കണ്ടില്ല. ടീച്ചർ എവിടെ ഇപ്പൊ ഉള്ളേ? ടീച്ചർ എറണാകുളത്താണ്, പക്ഷെ എവിടെയൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ ടീച്ചറിന് ഒരു വുമൻസ് ഡേ വിഷ് ചെയ്തോ? ടീച്ചർ ഇപ്പൊ ഉണ്ടെങ്കിലേ ടീച്ചറിന് എന്റെ ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, താങ്ക് യു. അമ്മ. അമ്മ കഷ്ടപ്പെട്ടാണോ വളർത്തിയത്? തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഓക്കെ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിതയെ കുറിച്ച് 2 വാക്ക് പറയാം. അമ്മ. ഓക്കെ. അമ്മ ഇൻസ്പിറേഷൻ ആണ്. അമ്മ ഇൻസ്പിറേഷൻ ആണ്, എല്ലാമാണ്. എന്റെ അമ്മയൊന്നും തോന്നില്ല, ചെറുപ്പമാണല്ലോ. ഓക്കെ. നമ്മുടെ നാട്ടില് നിയമങ്ങളൊക്കെ മാറ്റം വരുവാണെങ്കിൽ സ്ത്രീകൾക്ക് അത്യാവശ്യമായി വേണം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയമം പറയാം? സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ മാറ്റം വരേണ്ട നിയമം പെട്ടെന്ന് വെച്ചപ്പോ അമ്മയ്ക്കെല്ലാം സ്വാതന്ത്ര്യം ആണുങ്ങളെ പോലെ അത്രയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ ഇതിലിരിക്കും. ഓരോരുത്തര് ഇത് എന്താ പറയാ, എന്താ കാണുന്ന പോലെ ഇരിക്കും അതിന്റെ ആ ഒരു ഫ്രീഡം എന്നുള്ളത്. നമുക്കിഷ്ടമാണ് ഫ്രീഡം, ഈ 2 പേർക്ക് ഈക്വൽ ആയിട്ട് വേണം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിത ആരാണ്? എനിക്ക് എന്റെ അമ്മയായിരുന്നു. അമ്മ. അമ്മായിയമ്മയെ കുറിച്ച് പറയാം, അമ്മേനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഏതെങ്കിലും വനിതകളെ കുറിച്ച് പറയാം. എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് പറയാനാണ് ഇഷ്ടം. അമ്മ. ഓക്കെ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു നിയമങ്ങൾക്കെല്ലാം മാറ്റം വരുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു നിയമം എന്തായിരിക്കും? ചെറുപ്പത്തിലെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന നിയമം മാറ്റണം. അത് മാറ്റണം അല്ലേ? ഇപ്പൊ എല്ലാം ഒളിച്ചോടി പോണതല്ല, കരുതി വെക്കുന്നതാണല്ലോ എല്ലാരും. ഏറ്റവും ഇഷ്ടപ്പെട്ട മദർ തെരേസ. മദർ തെരേസ. ഇപ്പൊ കുറെ പേര് മദർ തെരേസയുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? അവർക്ക് കിട്ടാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ സമൂഹത്തിൽ അവർക്ക് ആണുങ്ങളെ പോലെ തന്നെയുള്ളൊരു സമത്വം ശരിക്കും കിട്ടണില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതായത് ഫേമസ് ആയിട്ടുള്ളവരെ കുറിച്ച് പറയാല്ലേ? ചേച്ചിയെ പറ്റി, അമ്മയെ പറ്റി, ആരെ പറ്റി? അമ്മ.
അമ്മ ജോലിക്ക് പോകുന്ന ആളാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അമ്മയെ ഇഷ്ടപ്പെടാൻ ഓക്കെ കാരണം എന്നാലും അതെ അല്ലാതെ ഇപ്പൊ സ്ത്രീകൾക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരാള്, വുമൻസ് ഡേയിൽ ഓർമ്മ വരുന്ന ഒരാൾ അമ്മയല്ലാതെ? മദർ തെരേസ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറയാം? ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ സ്വന്തം കാലിൽ നിൽക്കും. അത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്? കുറവായിരിക്കും. ഭാവിയിൽ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ? ശരി, താങ്ക് യു. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിത ആരാ? വൈഫ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. ഇങ്ങനെ കിട്ടി ഞാൻ വളരെ സന്തോഷവാനാണ്. ശരി, ഞാൻ വണ്ടി കയറിക്കോട്ടെ. ഓ ശരി. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാമോ? നമ്മളെ ഈ കേരളത്തിലാണ് ആ മൊത്തത്തില് നല്ലൊരു നല്ലുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. വാർഡ് മുനിസിപ്പാലിറ്റി ആലുവ, അതിൽ മുനിസിപ്പാലിറ്റിയിലെ ലീല എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചി പക്ക ക്ലിയറാണ്. എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഏരിയയിലുള്ള എല്ലാ പരിപാടിക്കും സഹായം എല്ലാം. എനിക്ക് പെൻഷനൊക്കെ റെഡിയാക്കുന്ന പുള്ളിക്ക് നല്ലൊരു ഉപകാരമാണ് ആ പുള്ളി തരുന്നത്. ഈ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാം? അത് മദർ തെരേസ. മദർ തെരേസ. കാരണം സ്വന്തം കാര്യങ്ങൾ നോക്കണതിൽ കൂടുതൽ നമ്മുടെ കുടുംബോത്തരവാദിത്വത്തിനേലും കൂടുതലായിട്ട് സാമൂഹ്യ ബാധ്യത ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പോൾ സാമൂഹ്യ ബാധ്യത ഏറ്റെടുത്ത് ഒരു മാതൃക കാട്ടിയ ആളാണ് മദർ തെരേസ. കാരണം കൂടി ഒന്ന് പറയാം, ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ. അല്ല, ചേച്ചി നന്നായി പറയുന്നുണ്ട്. ഇതാണ് വേൾഡ് വുമൻസ് ഡേ അല്ലേ? അപ്പൊ ഞാനൊന്ന് ക്ഷയിക്കേണ്ടി വരും. വേണ്ട, രണ്ടുപേരും പറഞ്ഞു. ഒന്നെടുത്തോട്ടെ പ്ലീസ്. ഒരു ഞാൻ ക്ഷയിക്കേണ്ടി വരാം. ഓക്കെ, ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ഏതാണ്? മദർ തെരേസ. മദർ തെരേസ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ലോകത്തിലെ ഏറ്റവും നല്ല വനിതയാണ് മദർ തെരേസ. ഓക്കെ, നമ്മുടെ നാട്ടില് വനിതകൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്തായിരിക്കും ഇന്നത്തെ കാലത്ത്? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലി, കാര്യങ്ങള്, പ്രൊട്ടക്ഷൻ എല്ലാം. ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു വിടുന്ന ഒരു വേണ്ട അതിനോടൊന്നും ഒരു താല്പര്യമില്ല. നമുക്ക് അവര് മെച്ചൂർഡായി അവര് സ്വന്തം കാലിലൊക്കെ ആയി കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ ഏത് പ്രായത്തിലും കിട്ടും. ശരി, മോള് പറയൂ. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് വുമൻസ് ഡേ ആണ്. അപ്പൊ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിതയെ കുറിച്ച് പറയാം. ഇന്ദിരാഗാന്ധി. കാരണം അവരെ പോലെ വേറെ ആരും ഇല്ലാത്തോണ്ട്. ഓക്കെ, വനിതകൾക്കെല്ലാം ഇൻസ്പിറേഷൻ ആണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്തായിരിക്കും? സുരക്ഷിതത്വം. ശരി, ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, ഇരുന്നോ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത, ഒരു സ്ത്രീ ആരായിരിക്കും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിന്ദു. അതാരാ? എന്റെ ആങ്ങളുടെ ഭാര്യ. കാരണം എന്താ? കാരണം അവളെ എല്ലാത്തിനും എന്നെ സഹായിക്കാറുണ്ട്, എല്ലാത്തിനും കൂടാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യും. അതുപോലെ അതിൻ്റെ മകളും എല്ലാ കാര്യത്തിനും വരെയും പിടിക്കുകയൊക്കെ ചെയ്യും, ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്? എന്തെങ്കിലും കിട്ടണം അവർക്ക്, എന്തെങ്കിലും കാര്യങ്ങള്? അത് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ? ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ചാൽ, ഒരു വലിയൊരു തുക അടിച്ചാല് അത് എന്റെ ഇത്തിരി ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക്, രോഗമായി കിടക്കുന്നവർക്കും, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കും ഞാൻ എന്നെ മനസ്സറിഞ്ഞ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. താങ്ക് യു. ഈ ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് അധ്വാനിക്കുന്ന വുമൻസിനാണ്. അതായത് ഒരുപാട് വുമൻസ് സ്വന്തമായിട്ട് ഓൺട്രപ്രണേഴ്സ് ആണല്ലോ. അപ്പോൾ അവരെ ഞാൻ ഈ ഒരു ദിവസത്തിൽ റെസ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ അമ്മ, ഹാപ്പി വുമൻസ് ഡേ. உங்களுக்கு பிடிச்ச ஒரு மனிதரை பற்றி ஏதாவது 2 வாக்கு சொல்லுமா? எங்க நாட்டு அம்மா முதலமைச்சர் ஜெயலலிதா அம்மா.
ஜெயலலிதாமா ஓகே எங்களுக்கு நல்லது பண்ணாங்க. பெண்களுக்கு முழு பாதுகாப்பு கொடுத்தாங்க. அம்மாவோடைய சீதனமாக கல்யாண தொகை எங்களுக்கு கொடுத்தாங்க. அரை பவுன் தாலி 25,000 பணம் கொடுத்தாங்க பெண்களுக்கு கல்யாணத்துக்கு. குழந்தை பிரசவத்துக்கு 12,000 பணம் கொடுத்தாங்க. ஒரு தாயினுடைய சீதனம் என்ன செய்வாங்களோ അത് അമ്മ செஞ்சாங்க. താങ്ക് യു. ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിത ആരാന്ന് പറയാം? എന്റെ അമ്മ. അമ്മ. ഓക്കേ. വേറെ? ഭാര്യ. ഒരു സഹോദരി. സഹോദരി. ഓക്കെ. ബ്ലഡ് റിലേഷനിലല്ലാതെ ഇപ്പം റോൾ മോഡൽ ആക്കാൻ തോന്നിയ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും? ഇന്ദിരാഗാന്ധി. ഓക്കെ. താങ്ക് യു.